വിയൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്നും രക്ഷപ്പെട്ട കൊടുങ്കൂറ്റവാളി ബാലമുരുകൻ പിടിയിലായിട്ടുണ്ട്. 2 മാസം ഒളിവിൽ കഴിഞ്ഞ ബാലമുരുകനെ തമിഴ്നാട് ക്യൂബ്രാഞ്ചാണ് പിടികൂടിയത്. തെങ്കാശിയിൽ വെച്ചാണ് ഇയാൾ പിടിയിലാകുന്നത്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട്. ലെവിനെ, ഇപ്പോൾ കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് പോലീസിനെ വട്ടം ചുറ്റിച്ചയാളാണ് ഈ ബാലമുരുകന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇയാളെ പിടികൂടുന്നതിൽ പോലീസിനുണ്ടായ വീഴ്ചയടക്കം ചർച്ചയായി. പോലീസുകാർ നടപടി നേരിട്ടു. ഒടുവിൽ ബാലമുരുകൻ പിടിയിലായിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, ഇന്നലെ രാത്രിയാണ് ബാലമുരുകനെ തമിഴ്നാട് പോലീസ് പിടികൂടുന്നത്. തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക സംഘമായ ക്യൂബ്രാഞ്ചാണ് ട്രിച്ചിയിൽ വെച്ച് ബൈക്കിൽ പോവുകയായിരുന്ന ഈ കൊടുങ്കുറ്റവാളിയായ ബാലമുരുകനെ കണ്ടെത്തുന്നതും പിടികൂടുന്നതും. പിന്നീട് ക്യൂബ്രാഞ്ച് സംഘം ഇയാളെ ഇത് വേഷം മാറിയാണ് പ്രതി സഞ്ചരിച്ചതും മറ്റും. ഇത് ബാലമുരുകൻ തന്നെയാണോ എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഊട്ടുമല പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് ദേഹപരിശോധനയടക്കം നടത്തുന്നു. പിന്നീടാണ് ഇയാൾ ബാലമുരുകൻ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നതും മറ്റും. പിന്നീട് മധുരയിലെ പാളയംകോട്ട് കോടതിക്ക് മുന്നിലെത്തിച്ച് രാത്രി തന്നെ റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയിൽ 2 മാസത്തിലേറെക്കാലമായി 2 സംസ്ഥാനങ്ങളിലെ പോലീസിനെ കബളിപ്പിച്ചാണ് പ്രതി വേഷം മാറി നടന്നതും മറ്റും. ബന്ധുക്കളുമായി ഇടയ്ക്കിടെ സമ്പർക്കം പുലർത്തിയിരുന്ന ബാലമുരുകനെ പോലീസ് കൃത്യമായി ട്രാക്ക് ചെയ്യുകയും ഇയാളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ തുടരുകയും ചെയ്തു. ഇതിനിടയിൽ പക്ഷേ ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് കണ്ടെത്തിയപ്പോഴും ഇയാൾ എവിടെയൊക്കെ വെച്ച് ഇവരെ കാണുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിനൊരു വ്യക്തത വരുത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഏറെ നിരീക്ഷണങ്ങൾക്ക് ശേഷം പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ കണ്ടെത്തുകയും പിന്നീട് പരിശോധന നടത്തി ഉറപ്പിക്കുകയുമായിരുന്നു. രാത്രി തന്നെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയ ബാലമുരുകനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നും കസ്റ്റഡിയിൽ കേരള പോലീസിന് വിട്ടു നൽകുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. പക്ഷേ ഈ അന്വേഷണം വിപുലീകരിച്ച് ഇയാളെ പിടികൂടുന്നതിനായി പലതവണ പോലീസ് ശ്രമിച്ചിരുന്നു. ഒരിക്കൽ ഈ തെങ്കാശിക്കടുത്തുള്ള ഒരു മലനിരയിലേക്ക് പ്രതി ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അവിടെ പോലീസ് എത്തി ഡ്രോൺ ക്യാമറകളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളും മറ്റും നടത്തി. പക്ഷേ തന്ത്രപരമായി അവിടെ നിന്നും രക്ഷപ്പെടാൻ ഈ ബാലമുരുകന് സാധിച്ചു. ഏതായാലും 53 കേസുകളാണ് ഈ കുറ്റവാളിക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൊലപാതകം, പിടിച്ചുപറി, സ്വർണ്ണക്കവർച്ച അടക്കമുള്ള കേസുകളിൽ പ്രതിയാണ്. മുൻപ് 2 തവണ ജയിൽ ചാടിയ ചരിത്രവും ബാലമുരുകനുണ്ട്. തമിഴ്നാട് പോലീസിനെ തന്നെ കബളിപ്പിച്ചാണ് മുൻപും ഇയാൾ ജയിൽ ചാടിയത്. ഇത്തരത്തിലുള്ള ഒരു കുറ്റവാളിയെ കേരള പോലീസിന്റെ കയ്യിൽ നിന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും വാങ്ങിയതിനു ശേഷം തമിഴ്നാട്ടിൽ തിരികെ എത്തിക്കുമ്പോഴാണ് കഴിഞ്ഞ നവംബർ 3-ന് വിയൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നും പ്രതി തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് രക്ഷപ്പെടുന്നത്. അങ്ങനെ 2 മാസം പോലീസിനെ ചുറ്റിച്ചു എങ്കിലും ഇപ്പോൾ ഒടുവിൽ ബാലമുരുകൻ പിടിയിലായിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ലെവിൻ കെ വിജയൻ.